അയാൾ എന്തിനാ കണ്ണേട്ടാ നമ്മുടെ അച്ഛനെ കുറിച്ച് മോശമായിട്ട് ഓരോന്ന് പറയുന്നേ? എന്തുകൊണ്ടാന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സംശയിക്കുന്നത് അച്ഛന്റെ കൊലയാളി അയാളാണോന്ന്. അങ്ങനെയെങ്കിലേ നിന്റെ അച്ഛനെ ഞങ്ങൾ എല്ലാരും കൂടെ തല്ലി കൊല്ലൂടി. അച്ഛൻ അറിയാത്തേം കേൾക്കാത്തേം കാര്യങ്ങള് എന്തിനാ ഇങ്ങനെ പറയുന്നേ? ഈ പറയുന്നൊക്കെ ശരിയാണോ അമ്മേ? അത്രയ്ക്ക് മോശമായിട്ടാണോ ഞങ്ങളുടെ അച്ഛനെ കുറിച്ച് അയാൾ സംസാരിക്കുന്നത്? മതി. ബാക്കിലാണെങ്കിലേ അവൻ ഡോറ് തുറന്ന് ചാടും, ഫ്രണ്ടിലാണെങ്കിലേ എനിക്ക് ശ്രദ്ധിക്കാമല്ലോ. പിടിച്ചങ്ങോട്ട് മര്യാദക്ക് വണ്ടി എടുത്തോ. നിനക്ക് സത്യം പറയണമല്ലടാ. എന്റെ കയ്യിൽ നിന്ന് പൈസ എണ്ണി വാങ്ങിട്ട് നിനക്ക് സത്യം പറയണമല്ല. അല്ല, യവൻ ചെയ്ത ചതി അതെന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അവനെ കൊല്ലണം. എത്രയും പെട്ടെന്ന് ഇയാളുടെ വീട്ടിൽ കൊണ്ടുപോയി തള്ളാൻ നോക്ക്. അടങ്ങിയിരുന്നോളം കൊന്നുകള ഞാൻ. എന്നാ ശരി. സാറേ, കണ്ണൻ സാറിന് നല്ല സംശയമുണ്ടെന്നാ തോന്നുന്നത്. പിന്നെ സംശയിക്കാതിരിക്കോ? അതുപോലെയല്ല അയാളുടെ പ്രകടനം. സാറേ, ഇനി എത്ര നാൾ കണ്ണൻ സാറിൽ നിന്ന് മറച്ചു വെക്കും സാറേ? അയാളെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിപ്പിച്ചു കഴിഞ്ഞാൽ പഴയ ലെവലിലാക്കി എടുക്കാൻ പറ്റും. എങ്കിലും രക്ഷയുള്ളൂ, അല്ലെങ്കിൽ അയാൾ ലോകം മുഴുവൻ അറിയിക്കും. എന്നാലും ഇന്ന് നല്ലൊരു ചടങ്ങ് നടക്കുന്ന ദിവസം ഇങ്ങനെ ആയിപ്പോയല്ലോ. ഉണ്ണിയും അവൻ്റെ പെണ്ണും അവൻ്റെ അമ്മയും കൂടെ എന്തെങ്കിലും അലമ്പുണ്ടാക്കുന്നായിരുന്നു എൻ്റെ പേടി. ഇയാൾ ഇവിടെ കയറി വരുമെന്ന് ഒരിക്കലും കരുതിയില്ലല്ലോ സാറേ. അങ്ങനെ ഒരു സംശയം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാ ചടങ്ങ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് സാഗറിനോട് ഈ വിവരം പറഞ്ഞത്. അതുകൊണ്ടിപ്പോൾ സാഗർ ഈ വിവരം മൂടിയൊക്കെ സഹായിച്ചില്ലേ? ലക്ഷ്മി മാഡം ഇതിനകത്ത് പെട്ടുപോയി. അല്ലായിരുന്നെങ്കിൽ എപ്പോഴേ ഇത് കണ്ണൻ സാറിനെ അറിയിക്കായിരുന്നു. ലക്ഷ്മി എന്ന ലോറിയിൽ ഇല്ലായിരുന്നെങ്കിൽ നടന്നത് എന്താണെന്ന് നമുക്കൊന്നും അറിയാൻ പറ്റില്ലായിരുന്നു സാഗറെ. ഇപ്പോൾ അയാൾ കണ്ണൻ്റെ അച്ഛനെ കൊന്നത് ഞാനാണെന്ന് പറയുമ്പോഴും നമ്മൾ ആരും അത് വിശ്വസിക്കത്തില്ലായിരുന്നു. അത് മനസ്സിന്റെ സമനില തെറ്റി ഒരുത്തന്റെ വെറും പറച്ചിലായി തള്ളിയന്. അങ്ങനെ അവൻ പറയുന്നതിൽ കഴമ്പുണ്ടെന്ന് മഹി എന്ന ലോറിയിൽ ഉള്ളതുകൊണ്ടല്ലേ മനസ്സിലായത്. ഇനിയിപ്പോ ഇവിടെ നിൽക്കണ്ട സാറേ. കണ്ണൻ സാറിന്റെ സംശയം കൂട്ടണ്ട. വാ, നമുക്ക് പോവാം. എന്താടാ, എന്തായി മാമ? കൊണ്ടുവന്നിട്ടുണ്ട്, ദേ നോക്ക്. വാ, ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഇങ്ങോട്ട് ഇറങ്ങി വാ. അയ്യോ, ഇതെന്താ പറ്റിയ? എന്ത് പറ്റാനാ? ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ആ ചടങ്ങ് അലമ്പാക്കുമെന്ന് മാത്രമല്ല, അവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വിളിച്ചു പറഞ്ഞേനെ കണ്ണന്റെ അച്ഛനെ കൊല്ലിച്ചത് ഞാനാണെന്ന്. യവനെ കൊത്തി അരിഞ്ഞു കൊല്ലേണ്ട സമയം കഴിഞ്ഞു. നീ എപ്പോഴാണ് എന്റെ കണ്ണു വെട്ടിച്ച് പുറത്തേക്ക് പോയേ? ഞാൻ അടുക്കളയിൽ നിന്ന സമയത്ത് അവൻ പുറത്തേക്ക് പോയേ.
ഇന്നത്തെ ദിവസം പാചകം ഒന്നും ചെയ്തില്ലായിരുന്നാലും കുഴപ്പമില്ലായിരുന്നല്ലോ അമ്മേ. എവനെ അല്ലായിരുന്നോ നോക്കേണ്ടിയിരുന്നത്? ഒരബദ്ധം പറ്റിപ്പോയി വാമ. എന്തായാലും ഇവൻ ആരോടൊന്നും പറഞ്ഞില്ലല്ലോ. പറയാനുള്ള ശ്രമങ്ങൾ നടത്തി. അപ്പോഴേക്കും വായ പൊത്തിയിട്ട് ഞാനും അനന്തും ആ സാഗറും കൂട്ടിയിട്ട് എവനെ അവിടുന്ന് മാറ്റുമായിരുന്നു. അതിനുശേഷം വായി ടേപ്പ് ഒട്ടിച്ചതും കൈ കൂട്ടി കെട്ടിയതും. എന്റെ വാമ ഇവന്റെ കർണത്തടിച്ചടിച്ച് മടുത്തു വാമ. എത്ര ഉണ്ടാലും ഇവൻ പഠിക്കത്തില്ല. എന്റെ അമ്മേ, അവിടെ വെച്ച് ജീവിതത്തിൽ ഒരിക്കലും കളിക്കാത്ത നാടകങ്ങളൊക്കെ എനിക്ക് കളിക്കേണ്ടി വന്നു. ആ സംഭവമായിട്ട് എനിക്കെന്തെങ്കിലും ബന്ധമുണ്ടെന്ന് അനന്തൂനും സാഗറിനൊന്നും അറിയത്തില്ലല്ലോ. അവിടെ എനിക്ക് അഭിനയിച്ചല്ലേ പറ്റൂ. വിശ്വനാഥന്റെ കൊലയാളി എവനാണെന്ന് അനന്തൂന് ഗതികേട് കൊണ്ട് എന്നോട് പറയേണ്ടി വന്നു. ആ സമയത്ത് ആദ്യമായിട്ട് അത് കേൾക്കുന്നത് പോലെ ഞാൻ നിന്നത്. അങ്ങനെ നിൽക്കാനല്ലേ എനിക്ക് പറ്റൂ. ഇത് വല്ലാത്തൊരു ഇടങ്ങേറായി പോയല്ലോ വാമ. അത് മാത്രമല്ല, ഇവൻ പല പിച്ചും മെയ്യും പറയുന്നുണ്ട്. അതെങ്ങാനും ഇവൻ വീടിന് വെളിയിലിറങ്ങി പറഞ്ഞ അത് എല്ലാവർക്കും ദോഷം ചെയ്യും. ഇനി ഇപ്പൊ എവനെ ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടേ പറ്റൂ. അതേടാ, എന്നെ ഇടേണ്ടത് എന്നെ. നിനക്ക് കൊട്ടേഷൻ തന്നുകൊണ്ട് മാത്രമാടാ ഞാൻ ഇങ്ങനെ കിടന്ന് ഉരുകുന്നത്. പുറത്തു നിന്ന് ഗോഷ്ടി കാണിക്കാതെ നടക്കങ്ങോട്ട്. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു പരീക്ഷണം ഉണ്ടാവുന്ന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചല്ലേ. ഇനി കണ്ണൻ എന്തെങ്കിലും സംശയം ഉണ്ടായി കാണുമോ? സംശയം ഉണ്ടായി കാണുമെന്ന് കണ്ണൻ ബുദ്ധിമാനാ. ഇതിനു മുമ്പ് 1-2 തവണ അവനെ വിളിച്ചിട്ടുണ്ടല്ലോ. എന്തോ രഹസ്യം പറയാനെന്ന് പറഞ്ഞു. ഇതൊക്കെ കണ്ണന്റെ മനസ്സിൽ കിടക്കുമ്പോഴല്ലയോ യവൻ അങ്ങോട്ട് ഓടി വന്നത്. കണ്ണനോട് കാര്യങ്ങൾ പറഞ്ഞെന്ന് ലക്ഷ്മി ഇവനോട് പറഞ്ഞതാ മാമ. അതൊന്നും എവന്റെ തലേ കയറിയിട്ടില്ലമ്മേ. എത്രത്തോളം മൂടി വെക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാ പറഞ്ഞത് യവനെ ചികിത്സിച്ച് പഴയ പടിയാക്കാൻ. അല്ലെങ്കിൽ പിന്നെ യവൻ എല്ലാരും ജയിലിൽ നടക്കണം അങ്ങോട്ട്. ഇനി ടേപ്പൊക്കെ എടുത്ത് മാറ്റണ്ടേ വാമ? അഴിക്കണം. പലപോലെ വേദന എടുക്കട്ടെ, എന്നാലും ഒരു കുഴപ്പമില്ല. സ്വന്തം മോനാണെങ്കിലും ആ വായിൽ ഇപ്പൊ വരുന്നതൊക്കെ വരാൻ പാടില്ലാത്ത കാര്യങ്ങളാ. ഇതൊന്നും അഴിച്ചതാ. അയ്യോ എടാ, നിനക്കിത് എന്തിന്റെ കേടാടാ പ്രതാപ? എല്ലാരോടും ചേർന്ന് പറ്റിച്ചു. കണ്ണനോട് സത്യങ്ങളെല്ലാം പറഞ്ഞത് ലക്ഷ്മി പറഞ്ഞത് കള്ളവാ. നിങ്ങളും മോഹനയോട് സംസാരിച്ചപ്പോ എനിക്കത് മനസ്സിലായി. കണ്ണനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന്. അതുകൊണ്ട് എല്ലാം അറിയിക്കാനാണോ നീ അങ്ങോട്ട് പോയത്? അയ്യോ അതെ, അറിയിക്കാൻ തന്നെ പോയേ. എടാ നീ കൈയൊന്നും അഴിച്ചിട്ടോ. എന്റെ വായ ബുദ്ധി പിടിച്ചോണ്ട് എനിക്കതൊന്നും അറിയിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ സങ്കടം ഉണ്ടല്ലോ. ഇവിടെ ഇങ്ങനെ വിങ്ങി നിൽക്കുക. നിന്റെ നെഞ്ചുണ്ടല്ലോ, അത് ഇടിച്ച് കലക്കേണ്ട സമയം കഴിഞ്ഞു. നീ അന്ന് കൊട്ടേഷൻ ഏറ്റെടുത്ത് എത്ര രൂപയ്ക്കാന്നറിയാമല്ലോ. അന്ന് നിനക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത തുകയാ നിനക്ക് തന്നത്. എടോ, അതിന്റെ ഇരട്ടി ജനങ്ങൾ തിരിച്ചു തന്നേക്കടോ. 10 ഇരട്ടി തന്നേക്കാം. അങ്ങനെ തരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ആക്സിഡന്റിന്റെ കാരണക്കാരൻ ഞാനാണെന്ന് നീ ആരോടും പറയരുത്. ഇല്ല, പറയില്ല. വിശ്വനാഥനെ കൊന്നത് ഞാനാണെന്ന് മാത്രം കണ്ണനെ ഒന്ന് അറിയിച്ചാ മതി. എടാ പ്രതാപ, അതിനുശേഷം എന്ത് സംഭവിക്കും നിനക്കറിയാവോടാ മണ്ട? ഓ പിന്നെ ഇനി എന്ത് സംഭവിച്ചാലും എനിക്കൊരു ചുക്കൂല്ല. കണ്ണൻ വേണമെങ്കിൽ എന്നെ അങ്ങ് കൊന്നോട്ടെ, അല്ലെങ്കിൽ ജയിലിൽ കിടത്തിക്കോട്ടെ. എന്നാലും ഈ ഒരു ഭാരം ഇനി കൊണ്ടു കിടക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. കൂടുതൽ കളിച്ചാലുണ്ടല്ലോ നിങ്ങളുടെ കാര്യം ഞാൻ മൊത്തത്തിൽ അങ്ങ് വിളിച്ചു പോവും. എന്ത് എന്തെന്നോ? എടാ വാമ, വാനരാ, നിനക്കറിയോ ഇവരാണ് എന്റെ അമ്മായിയമ്മ. അയ്യോ എടാ പാവേ. അല്ല, അവന്റെ അമ്മായിമ്മയെ കൊന്ന അമ്മയാണോ? വെറുതെ ഓരോന്ന് കിടന്ന് പൊലമ്പുവാടാ. ഈ സമയത്ത് അവൻ പൊലമ്പുന്നൊക്കെ കള്ളമാണെന്ന് പറയാൻ പറ്റത്തില്ല. മിക്കവാറും ഇവര് എന്തെങ്കിലും കൊടുത്ത് ഞാൻ തന്നെ ഇവരെ കൊല്ലും. നാണം കെട്ടവൻ. വയസ്സാക്കാലത്ത് തന്നെ കുരിശിലാറ്റാൻ നോക്കും ഇവൻ. നീ അവിടെ കിടക്ക, നിനക്കൊന്ന് പച്ചവെള്ളം തരില്ല. ഞാനിവിടെ കിടന്ന് ചത്തോട്ടെ, എന്നാലും ഞാൻ പറയും എന്ത് പറയും? ഇവരാണ് എന്റെ അമ്മായിയമ്മയെ കൊന്നത്. ഇവരായിരുന്നു. ഇവരായിരുന്നു.
ഞാൻ മുഴുവൻ പറഞ്ഞിട്ടില്ല. ദേ, ഈ വാതിലും തുറക്ക്. എടാ കൊലയാളികളെ, എടാ വാമാ, അമ്മ ബാബു തുറക്കാൻ. ഇല്ലടാ, നീ അവിടെ കിടന്ന് വിശന്ന് മരി. ഞാനിവിടെ കിടന്ന് ചത്താ നിങ്ങൾക്കെന്താ? തുറക്കാൻ. എന്റെ പൊന്നു വാമ, അവൻ പറഞ്ഞതൊന്നും നീ മനസ്സിൽ വെച്ചോണ്ട് നടക്കല്ലേ. അവന്റെ അമ്മായിയമ്മയെ കൊന്നത് ഞാനല്ല. അവന്റെ അമ്മായിയമ്മ എന്ന് പറയുമ്പോ മോഹിനിയുടെ അമ്മയല്ലേ? എന്റെ വാമ, ആ വിശ്വനാഥമ്മ നിവനോട് ഓരോന്ന് പറഞ്ഞു കൊടുക്കുവാ. വിശ്വനാഥൻ മരിച്ചൊരാത്മാവാണ്. ആ ആത്മാവ് പറയുന്നതൊക്കെ കള്ളമാണെന്ന് പറയാൻ പറ്റത്തില്ല അമ്മേ. അപ്പൊ നീ അത് വിശ്വസിച്ചോ? പ്രതാപൻ പറയുന്നതൊക്കെ വിശ്വസിച്ചല്ലേ പറ്റൂ. ശ്ശോ. അവൻ നോർമലായിരുന്നെങ്കിൽ ഒന്നും വിശ്വസിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇതെന്തൊരു അസുഖമാ വാമ? ഇതിന്റെ പേരാണ് വട്ടെന്ന്. അങ്ങനെയുള്ളവരെ എന്തെങ്കിലുമൊക്കെ സംഭവം അലട്ടിക്കൊണ്ടിരിക്കും. അതവര് പാടിക്കൊണ്ട് നടക്കുകയും ചെയ്യും. എന്തായാലും ഇന്നത്തെ ദിവസം കണ്ണന്റെ മനസ്സിൽ കരട് കയറിയെന്നുള്ളത് ഉറപ്പാ. അയ്യോ, എന്നാലും എന്റെ വാമ, ഇവൻ വണ്ടി എടുത്തോണ്ട് പോയപ്പോ സ്റ്റാർട്ടാക്കുന്ന ശബ്ദം പോലും ഞാൻ കേട്ടില്ല. അമ്മയ്ക്ക് 10-25 വയസ്സായില്ലേ, പഴയ പോലെ കേൾവിയൊന്നും കാണത്തില്ല. ഇവൻ ഇങ്ങനൊരു അവസ്ഥയിരിക്കുമ്പോ അവന്റെ അടുത്തുനിന്ന് മാറാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിൽ അവനെ പൂട്ടിയിടണമായിരുന്നു. എത്ര സമയം എന്ന് വെച്ചാ വാമ പൂട്ടിയിടുന്നത്? ദേ, ഇപ്പൊ വിശ്വനാഥന്റെ മരണം മാത്രമല്ല, മോഹിനിയുടെ അമ്മയുടെ മരണം കൂടി അവനെടുത്ത് പുറത്തിട്ടിരിക്കുകയാണ്. എന്ന് വെച്ചാ ജയിലിൽ പോകുമ്പോ ഞാൻ മാത്രമല്ല, കൂടെ അമ്മയും അമ്മയുടെ മോനും ഒക്കെ കാണുമെന്ന് സാരം. സൂക്ഷിച്ചോ. ഒന്ന് ചിരിച്ചെല്ലാരും. ആ അതെ, മാറി നിൽക്കുന്നവർക്ക് വേണമെങ്കിലും ഒന്നിച്ചെന്ന് പോസ് ചെയ്യാം. അതെ, ഞങ്ങൾക്ക് ഇത്തിരി പോസ് കുറവാ. അതുകൊണ്ട് ഫോട്ടോയുടെ നിറം അങ്ങ് മങ്ങിപ്പോവും. അങ്ങനെയുള്ളവരെ മാറി നിൽക്കുന്നതാ നല്ലത്. താല്പര്യമുള്ളവര് നിന്നാ പോരെ, എന്തിനാ വെറുതെ നിർബന്ധിക്കുന്നത്? അത് ശരിയാ. ഇനി സാറിന് വാ. ആ മൊബൈൽ ഇങ്ങ് തന്നെ. ഇനി അച്ഛന്റെ കാര്യം എന്തായോ എന്തോ. ഓക്കെ. മഞ്ജു, ഇനിയിപ്പോ സദ്യ വിളമ്പാലോ? സാറേ, സദ്യ വിളമ്പുന്നതിന് മുമ്പ് നിന്റെ അമ്മാവനിങ് വന്നില്ലല്ലോടാ. ഏട്ടൻ വന്നിട്ട് ഞങ്ങൾ എല്ലാരും കൂടി ഇരുന്നോളാം. നിങ്ങൾ എല്ലാരും കൂടെ കഴിച്ചങ്ങ് തുടങ്ങിക്കോ. നമ്മള് പെണ്ണുങ്ങൾക്കെല്ലാം കൂടെ പിന്നെ ഇരിക്കാം. ആദ്യം ആണുങ്ങളിരിക്കട്ടെ. നിങ്ങള് വാ വാ മോളെ. നീ വന്നേ സാഗറെ. എനിക്ക് ആണത്വമില്ലെന്ന് ഇവിടെ പലരും പറയുന്നത്. അതുകൊണ്ട് ഞാൻ ആ പന്തിയിൽ ഇരിക്കുന്നില്ല. ഏട്ടന് ആണത്വം ഇല്ലെന്ന് ഞങ്ങളാരും സ്വന്തം നെറ്റിൽ എഴുതി വെച്ച് നടക്കുന്നില്ല. പിന്നെ ഒരാണിന്റെ ആണത്വം എന്ന് പറയുന്നതേ അവരവരുടെ പ്രവൃത്തിയിലൂടെ വെളിവാവുന്നത്. എന്തായാലും ഇവിടെ നടന്നൊക്കെ വളരെ മോശമായി പോയി. മോളുടെ അച്ഛന് കുറച്ച് അസുഖം ഉണ്ടെന്നുള്ള കാര്യം ശരിയാ. എന്ന് വെച്ച് വീട്ടിലോട്ട് കയറി വന്ന ഒരാളിന്റെ വായ ഒട്ടിച്ച് കൈയും കൂട്ടിക്കെട്ടി പറഞ്ഞു വിടാൻ പാടില്ലായിരുന്നു. ആ അച്ഛൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മോളാ ഈ നിൽക്കുന്നത്. എന്നിട്ട് ഇവള് പോലും അതിനെ കുറ്റപ്പെടുത്തിയോ അമ്മേ? അക്കാര്യത്തിൽ ഞാൻ ആനന്ദവേട്ടന്റെ അമ്മാവന്റെയും കൂടെ നിക്കത്തുള്ളൂ. വീടിനകത്ത് നിന്ന് അച്ഛൻ എപ്പോ പുറത്ത് ചാടിയെന്ന് അറിയത്തില്ല. അച്ഛൻ ഇപ്പോ തലയ്ക്ക് നല്ല സുഖമില്ലാത്തതുകൊണ്ട് ആരെ എന്താ പറയാന്ന് പോലും പറയാൻ പറ്റില്ല.
ഒരു ദിവസം അച്ഛൻ പറഞ്ഞായിരുന്നു കണ്ണേട്ടന്റെ അച്ഛൻ അല്ലാന്ന്. എന്റെ അച്ഛനല്ലാന്നൊന്നും പറഞ്ഞില്ലല്ലോ. എന്തൊക്കെയാ പറയുന്നേന്ന് അങ്ങേർക്ക് പോലും ഇപ്പൊ നിശ്ചയമില്ല. നിങ്ങൾക്ക് ആഹാരം കഴിക്കണമെങ്കിൽ വാ. ഇപ്പോഴാ എനിക്ക് കാര്യം മനസ്സിലായത്. അയാൾക്ക് ശരിക്കും വട്ടാണെന്ന്. നിങ്ങളും കൊണ്ട് വാ. വാമാ, ആ. ദാ ഇതങ്ങോട്ട് കുടിക്കേ. ആ. ഏതായാലും 7-ാം മാസത്തിലെ സദ്യ പോലും കഴിക്കാതെ ഇങ്ങോട്ട് പോകുന്നതല്ലേ, ഈ മോരെങ്കിലും അങ്ങോട്ട് കുടിക്കേ, തലയൊന്ന് തണുക്കട്ടെ. ദാ എടാ മാമാ കൊലയാളി, എടാ എന്നെ തുറന്നു വിടാൻ പറയടാ എന്റെ അമ്മയോട്. എത്രയും പെട്ടെന്ന് അവന്റെ കാര്യത്തിൽ തീരുമാനം എടുത്തില്ലെങ്കിലേ കുഴപ്പമേ. എന്നെ കാണുമ്പോൾ മാത്രമേ ഞാൻ ആ കുറ്റക്കാരനെന്ന് അവൻ പറയുന്നുള്ളൂ. കണ്ണന്റെ അച്ഛനെ കൊല്ലാൻ കൊട്ടേഷൻ. പക്ഷേ ഇപ്പൊ വിളിച്ചു പോകുന്നത് എന്റെ പേര് പറഞ്ഞോണ്ടാ. അത് നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാ മാമ, അല്ലെങ്കിൽ അവൻ നിന്റെ കാര്യമൊന്നും പറയത്തില്ല. അവിടെ ഇനി എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം. കണ്ണന്റെ മുഖം കണ്ടിട്ട് അത്ര പന്തിയൊന്നും അല്ലമ്മേ. അവനിനി ഇങ്ങോട്ട് വരുമോന്നാ എന്റെ പേടി. വരുവാണെങ്കിലും അകത്ത് കിടക്കുന്നവൻ കണ്ണനെ കാണാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാം. എല്ലാവർക്കും അവൻ പാരയാ. ഇനി ആരുടെയൊക്കെ കൊലപാതകങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇനി നീ വേറെ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ വാമദേവ? ഞാനല്ലല്ലോ കൊന്നത്. പ്രതാപന്റെ അമ്മായിയമ്മയെ കൊന്നത് അമ്മയല്ലേ? എന്റെ പൊന്നെ, നീ അത് വെറുതെ വിളിച്ചു പോയിക്കൊണ്ട് നടക്കല്ലേ. അമ്മയുടെ മോൻ വിശ്വാസിനെ കൊല്ലം കൊട്ടേഷൻ കൊടുത്തത് ഞാനാണെന്ന് പറഞ്ഞ് പാടി നടന്ന അവന്റെ നാവിന്ന് 4 ആൾ അറിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ഞാനും പറയും. അതിന് തർക്കമൊന്നും വേണ്ട. എന്നെ ഒന്ന് തുറന്നു വിടുക. കള്ള ആൾക്കാരെ കൊല്ലാൻ വേണ്ടി പൈസ കൊടുത്ത് മറ്റുള്ളവരെ കൊലയാളിയാക്കുന്ന എന്നെ തുറന്നു വിടാൻ പറയണ ആ കിളവിയോട്. ഇവന്റെ അവസാനം ഇന്ന് ഞാൻ അവനെ കൊല്ലും. ആ ശൂർപ്പണയോട് ഇന്നൊന്ന് തുറന്നു വിടാൻ പറയടാ. ഒന്ന് പറയടാ തള്ളയോട്, ഒന്ന് തുറന്നു വിടാൻ പറയടാ. അടങ്ങി ഒതുങ്ങി കിടന്നില്ലെങ്കിലേ നീ ആത്മാവായിട്ടും മറ്റവന്റെ കൂടെ അലഞ്ഞു തിരിയും. മിണ്ടരുത്. കൊല്ലുന്നെങ്കിൽ കൊല്ല്. എന്നാലും വിശ്വനാഥനെ കൊല്ലാൻ കൊട്ടേഷൻ തന്നത് അവിടേക്ക് പാമനാണെന്ന്, എന്റെ അമ്മായിയമ്മയെ കൊന്നത് നിങ്ങളാണെന്നും ഞാൻ പറയേണ്ടവരോടൊക്കെ പറഞ്ഞിരിക്കും. ഇതേ അവന്റെ വട്ട് വേറെ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുക. നിസ്സാരമായിട്ട് തള്ളാൻ പറ്റില്ല. ഇതവൻ കണ്ണനോട് മാത്രമല്ല, വേണ്ടി വന്ന പോലീസ് സ്റ്റേഷനിൽ പോയി പറയും. എന്റെ പൊന്നു വാമ, അവന്റെ അമ്മായിയമ്മ മരിച്ചിട്ട് കുറെ വർഷമായി. അവരും മണ്ണിനൊപ്പം ചേർന്നിട്ട് കുറെ കൊല്ലങ്ങളായെന്നേ. ഇനിയിപ്പോ പോലീസ് അന്വേഷിച്ചാ എന്തോ തുമ്പ് കിട്ടാനാ? ഗ്രഹണ സമയത്ത് അതൊക്കെ ഉണ്ടാവുമേ. പണി ഏതു വഴിന്ന് വരുമെന്ന് പറയാൻ പറ്റത്തില്ല. ഈ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ മിക്കവാറും അമ്മയുടെ മോനെതിരെ എനിക്ക് കൊട്ടേഷൻ കൊടുക്കേണ്ടി വരും. മഹാഭാവി, അങ്ങനെയൊന്നും പറയല്ലേ. നീ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ഒരു ചതിയുടെ പേരില്ല ഞങ്ങളിങ്ങനെ ഇവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കുന്നേ. ഞാൻ പറഞ്ഞല്ലോ, അന്ന് അവൻ കാശെണ്ണി വാങ്ങിയതാ. അവൻ ചോദിച്ച പണം അന്ന് ഞാൻ കൊടുത്തതാ. അന്ന് അവൻ ഇത്രയും പ്രതാപമൊന്നും ഉണ്ടായിരുന്നില്ല. ജീവിക്കാൻ പാടുപെടുന്ന കാലമായിരുന്നു. അന്ന് അവൻ പണം വാങ്ങി നന്നായിട്ട് ആഘോഷിച്ചതാ. ഇനി എന്നെ കുരുതി കൊടുത്ത എനിക്കിനി മറ്റൊരു കുരുതിയെ പറ്റി ആലോചിക്കേണ്ടി വരും. അതെല്ലാവരും ഓർത്തോ. ഒന്ന് തോർന്നു വിടാൻ പറയടാ. എടാ എടാ കൊലയാളി, ഇവര് എവിടെ പോയി? അമ്മേ, അവൻ പോയോ? പോയടാ, അവൻ പോയി. പോകുന്നതിന് മുമ്പ് അവരൊരു കാര്യം പറഞ്ഞിട്ടാ പോയത്. എന്താ? നിനക്കെതിരെ കൊട്ടേഷൻ തരുമെന്ന്. അത് വേണം എനിക്ക്. അതിനപ്പുറം അവൻ ചെയ്യും. അമ്മയ്ക്കറിയോ, വിശ്വനാഥനെ കൊല്ലുന്നതിന് മുമ്പ് അവൻ 3 പേരെ കൊല്ലം കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അതും എന്നോട് വിശ്വനാഥൻ പറഞ്ഞു. എന്റെ ദൈവമേ, കൊലപാതകങ്ങളുടെ ചുരുളഴിയാൻ പോവാ. അമ്മ എന്റെ അമ്മായിയമ്മ അല്ലാതെ വേറെ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? അങ്ങനെ വിശ്വനാഥൻ പറഞ്ഞോ?
ആ രീതിയിലേക്ക് അവന്റെ സംസാരം വരുന്നുണ്ട്. സാരമില്ല, ഈ കർത്തവാവ് കഴിഞ്ഞു പോയില്ലേ, ഇനി അടുത്ത കർത്തവാവ് വരുമ്പോ അവൻ പറയും അമ്മ കൊന്നത് ആരെയൊക്കെയാണെന്ന്. ആ പട്ടിക അവൻ നിർത്തി വെക്കും. എല്ലാരും കരുതിയിരുന്നോ, എനിക്ക് ചുറ്റുള്ളവർ മുഴുവൻ കൊലയാളികളാ. ഈ വീട്ടിനകത്ത് പാവം എന്ന് പറയുന്നത് ലക്ഷ്മിയും എന്റെ മോഹിനി മാത്രമാ. എന്റെ കരുണമോൾ ഉൾപ്പെടെ എല്ലാരും കൊലയാളികളുടെ മനസ്സുമായിട്ടാണ് നടക്കുന്നേ. എല്ലാത്തിന്റെ ഉള്ളിൽ വിഷമാ. അപ്പോ മോഹിനി ലക്ഷ്മി മാത്രമാണ് നല്ലവരായിട്ടുള്ളത് അല്ലേ? അല്ലല്ല, അവര് മാത്രമല്ല, കണ്ണനും അവനെ സ്നേഹിക്കുന്ന എല്ലാരും നല്ലവരാ. ബാക്കിയുള്ളവരുണ്ടല്ലോ, അവരാരും ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ അർഹതയില്ലാത്തവരാ. എല്ലാത്തിനെയും കൊന്ന് കെട്ടിത്തൂക്കണം, എന്നെ ഉൾപ്പെടെ. നിന്റെ കരുണമോളെ കൊന്നു കെട്ടി തോക്കണോടാ? അവളൊക്കെ ഒരു മനുഷ്യജന്മമാണെന്ന് പോലും പറയാൻ പറ്റത്തില്ല. നിന്റെ കൈയും കാലും കെട്ടി ഭ്രാന്താശുപത്രി കൊണ്ടുപോയി ഇട്ടേ പറ്റൂ.